അണുബോംബിന്റെ തീയറിയാ. ഒന്ന് ചെന്നു 100ആയി, നിമിഷങ്ങൾ കൊണ്ട് 1000ആയി, ലക്ഷം 10,000ആയി, ലക്ഷങ്ങളായി, കോടികളായി പോവാ. സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് ഇലയിലോട്ട് കയറി പിടിക്കും. ജ്യൂസ് അല്ല എന്റെ മനസ്സിലാട്ടാ, ഇത് ഞാനേ ഇച്ചിരി വളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വളം ഇടാന്ന് പറഞ്ഞിട്ടിരുന്നാൽ ഒന്നാ ചാണകമോ അല്ലെങ്കിൽ രാസവളങ്ങൾ കൊണ്ടുവന്ന് പാക്ടംബോസോ അല്ലെങ്കിൽ NPK വളങ്ങൾ എന്നുള്ള മാർജിനല്ലേ ഉള്ളൂ. ഇന്ന് കാലം പുരോഗമിച്ചു പോയി. കൃഷിക്കാരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും, അല്ല അറിയാത്തൊരു ഇഷ്ടം പോലെ കയറി കാണും. നാനോ വളവാ. നാനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണികകളായിട്ട് വരുന്ന സംഭവം. ഇതിന്റെ ചേട്ടൻ ഒരു പാർട്ടിയുണ്ട്, അത് ഫോളിയാർ എന്ന് പറയും. അത് പൊടി രൂപത്തില് പൗഡർ പോലെയൊക്കെ ഇരിക്കുന്ന അടിച്ചു കൊടുക്കുന്ന തീറി. അത് തന്നെ ഇലകളുടെ 4 മണി ടു 6 മണി ടൈമിലും 6 മണി AM 6 മണി തൊട്ട് ഒരു 8 മണി ടൈമിലും അടിച്ചു കൊടുക്കുക. അതിന് കാരണം ചേട്ടനാൽ നാനോ ഹോൾസ് ഉണ്ട്, സെൻസർ പോലെ പ്രവർത്തിക്കും. ഇവന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഇവൻ ലിക്വിഡാണ്. ഒരു മറ്റേതെല്ലാം പൊടിയാ. ഇതിപ്പോ ഞാൻ കാണിക്കാം. ഇത് ഒരു ഇതാണ് കിടക്കുന്നു. ഇതിപ്പോ 16 ലിറ്ററിന്റെ അപ്പൊ 1 ലിറ്ററിന് ഒരു 4 ml. ഇത് അതായത് 1 ലിറ്ററിന് 4 ml കണക്ക് കൂട്ടുക. അപ്പം 15 4 60. അത് 70 വരെയും കുഴപ്പമില്ല. ഇനി തെങ്ങിനൊക്കെ ആകുമ്പോൾ ഒരു 80 വരെ ആയാലും കുഴപ്പമില്ല, പോകാതിരിക്കുക. ഇതിന് കൈഭാവ് തെറ്റിപ്പോയതിനും കുഴപ്പമില്ല. അത് ഫോളിയാറുകളോ അത് ഇത് ലിക്വിഡ് ആയതുകൊണ്ട് ML ആയിട്ടും ഫോളിയാർ വളം ഗ്രാമായിട്ടും 60 എന്നുള്ള 80 വരെയും പോകാം. ഇതൊരു കുഴപ്പമില്ലെന്നുള്ള ഞാൻ ഒരേ അളവിലാണ്. ഇത് അതിന്റെ അകത്തിട്ട് പച്ച ഇത് കളർ വ്യത്യാസമൊന്നുമില്ല, ഒരു കളർ വ്യത്യാസവും ഇല്ല. ഈ പോളിയാറുകളും നാനോകളും തമ്മിൽ വ്യത്യാസം തന്നെ പ്രവർത്തനത്തിലെല്ലാം ഒന്ന് തന്നെ ഇലയിൽ അടിച്ചു കൊടുക്കുന്നു. ഒന്ന് ലിക്വിഡ് ഒന്ന് പൊടി എന്നുള്ള വ്യത്യാസമുള്ളൂ. ഫോളിയാർ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ ഒരു നമ്മൾ വെള്ളം കുടിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ വയറ്റിലോട്ട് നേരത്തെ ചെല്ലുന്നു. ഒരു ചെറിയ കാലതാമസം ഉണ്ട്, ഒരു 3 ദിവസത്തെ കാലതാമസം പിടിച്ചു അതെന്ന് പറഞ്ഞാൽ വ്യത്യാസം ചെറിയ ലേറ്റ്. മറ്റേത് 30 ദിവസം എടുക്കുമെങ്കിൽ, മണ്ണിലെടുത്ത 30 ദിവസം എടുക്കുമെങ്കിൽ ഇത് 3 ദിവസം കൊണ്ട് എടുക്കും. അത്ര ഒരു വ്യത്യാസം. പിന്നെ അല്ല അത് അത്ര ഒരു വ്യത്യാസമുണ്ട്. പിന്നെ വളം സ്പ്രേ ഫോളിയാർ വളത്തിന് ചെറിയ കണികൾ ഈ ചില ഇലകൾക്ക് വലിച്ചെടുക്കാനുള്ള ശേഷി കുറവായിരിക്കും ഫോളിയാറിന് വെള്ളത്തിന് കണികൾക്ക്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ പൂക്കിറ്റിയ, അതായത് അണുബോംബിന്റെ തീയറിയാ. ഒന്ന് ചെന്നു 100ആയി, നിമിഷങ്ങൾ കൊണ്ട് 1000ആയി, 10,000ആയി, ലക്ഷങ്ങളായി, കോടികളായി പോവാ. സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് ഇലയിലോട്ട് കയറി പിടിക്കും. ഇലയുടെ കണികൾക്ക് ഇത് വാതിൽ തുറന്നു വെച്ചിരിക്കുകയല്ലേ, ഓടി അകത്തോട്ട് കയറും പെട്ടെന്ന്. അതായത് 3 മണിക്കൂർ കൊണ്ട് ഇപ്പൊ എഫക്റ്റ് കാണിക്കും. എത്ര വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഫോളിയാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷം. നാനോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അടുത്ത കാലത്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം കണ്ടുപിടിച്ച കാര്യങ്ങളും മനസ്സിലാക്കി വന്നു കഴിയുമ്പോഴത്തേനും ഒരു വർഷമായി കാണുമായിരിക്കും. ഏറ്റവും കൂടുതൽ ഗുണം കണ്ടത് രണ്ടിനും ഗുണമുണ്ട്. പക്ഷെ ഇതിനകത്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇവനാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, പെട്ടെന്ന് ഇവൻ എഫക്റ്റീവാ, വില തുച്ഛം. ഇതുപോലെ തന്നെ ഏറ്റവും നമുക്കതല്ല വേണ്ടത്. തീറിയെല്ലാം അടിക്കുന്ന ടൈം ഒരുപോലെ, കൂട്ടുന്ന വെള്ളമല്ല ഒരുപോലെ, അളവല്ല ഒരുപോലെ, വിലയെല്ലാം ഒരുപോലെ. പക്ഷെ ഇതിനകത്ത് വരുന്നത് പൊട്ടാഷ് ഇല്ല. ഇന്ന് ഇന്ത്യയിലെ ജനത്തിന് ഏറ്റവും ആവശ്യമുള്ള പൊട്ടാഷാ. ആ സാധനം ഇല്ല. യൂറിയയും ഫോസ്ഫറസും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടി അടിക്കേണ്ട വരുന്നില്ല. അപ്പം പൊട്ടാഷ് ചെടിക്ക് ഏറ്റവും ആവശ്യമുള്ള പൊട്ടാഷല്ലേ കാഫലം ഉണ്ടാക്കാൻ. അത് കിട്ടാത്തടത്തോളം കാലം ഇവൻ ഫെയിലായില്ലേ. ഒരു തവണ കൊടുക്കാം. ഈ നാനോവളവും പോളിയാറുകളും ഒക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ഈ സാധാരണ രാസവളം മേടിച്ചിടുവൊന്നും വേണ്ട. പിന്നെ അത് സാധാരണ മണ്ണിൽ നമ്മൾ ഭക്ഷണം, നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഭക്ഷണം വായിക്കട കഴിക്കാറില്ലേ. എന്നാൽ ചില അത്യാവശ്യ നേരങ്ങളിൽ നമ്മൾ ഗ്ലൂക്കോസ് കുത്തിവെച്ച് വല്ല പവർഫുൾ ആവുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. അപ്പൊ ഇലക്കട കൊടുക്കുന്നു, ഇലക്കട സ്വീകരിക്കുന്നു. പക്ഷെ പ്രകൃതിക്ക് ഇലക്കട കൊടുക്കുന്ന ഈ നീറൊക്കെ സൾഫർ കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അങ്ങനെ സെൻസർ ഉള്ള സംഭവം ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. ആ ഒരു തിയറി പിടിച്ചുകൊണ്ടാണ് ഇത് ഇലക്കട കൊടുക്കുന്നത്. ഒരു 30% ഇത് നല്ലതാണ്. ബാക്കി എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൂടെ തന്നെ വേണം പ്രകൃതിയെ പോകാൻ. അപ്പൊ മണ്ണിൽ സ്വാഭാവികമായിട്ടും രാസവളങ്ങൾ ചെയ്യാതിരിക്കണം എന്നുള്ളത്. ഇത് രാസം തന്നെയാണല്ലോ, ഇലക്കട പൊക്കോളും. അപ്പൊ മണ്ണിൽ സ്വാഭാവികമായിട്ടും ജൈവവളങ്ങൾ കൊടുക്കുക എന്നുള്ളത്, കൗടങ്ങ്, ചാണകം, അങ്ങനെയുള്ള മണ്ണിൽ നമ്മൾ എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങൾ, ജൈവ സാധനങ്ങൾ മണ്ണിൽ കൊടുക്കുക. മണ്ണിനെ സമ്പുഷ്ടീകരിച്ച് നിർത്തുക. ഈ രാസവളം ഇടുമ്പോഴേ അത് മണ്ണിനെ നശിപ്പിക്കുന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. ചിലർ പറയുന്നല്ല നശിപ്പിക്കുക ആണോ? അപ്പൊ അങ്ങനെ വരുമ്പോ അതിനൊരു പരിഹാരം ഇതല്ലേ? അതിനൊരു പരിഹാരമാണ്.
കാരണം ഇത് മണ്ടേക്കടയല്ലേ പോകുന്നത്. ഇത് മണ്ടെന്ന് കേട്ടിറങ്ങുന്നു. മറ്റേ മണ്ണിൽ ചെന്നിട്ട് സ്വാഭാവികതയിൽ മണ്ണിൽ ചെന്നിട്ട് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പൊ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനം മുഴുവൻ മണ്ണിൽ കിടക്കുകയാണ്. ആവശ്യമില്ലാത്ത യൂറിയ നമ്മൾ കണ്ടവാനം മണ്ണി ചെയ്യുന്നുണ്ട്, ഫോസ്ഫറസ് മണ്ണി കിടപ്പുണ്ട്, എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, വീണ്ടും ഇട്ട് കൊടുത്തതാണ്. ഓവർ വളം നമ്മൾ ചെയ്യുന്നത്. പിന്നെ നൈട്രജൻ വളം, യൂറിയ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ. അപ്പൊ അതെല്ലാം മേളിൽ നിന്ന് താഴോട്ട് വന്ന് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ജൈവവളങ്ങൾ താഴെ കൊടുക്കുക, ജൈവവളങ്ങൾ മേളിൽ കൊടുക്കുക. അപ്പൊ ഒരു കണക്കിന് പറയാമെങ്കിൽ നമ്മുടെ രാസവളം എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇലവളം കൊടുക്കുക.